ഹായ്, ഷിയാബ് കരുവാറിനാണ്. പിന്നെ ഞാനിന്നേ പിന്നെ പട്ടാമ്പി നിള ഹോസ്പിറ്റലിൻ്റെ അടുത്തേ ഒരു പരുവക്കടവ് കയറി. ഇവിടെ അങ്ങനെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ട് കേട്ടോ. പള്ളിയിൽ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ബാത്റൂമിലേക്ക് വന്നാൽ അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് പുതുക്കി പണിതൊരു ബാത്റൂമുണ്ട്. ആ ബാത്റൂം കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ പോലെ ഭിന്നശേഷിക്കാർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിഷ്പ്രയാസം ബാത്റൂമിലേക്ക് വരാനും ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യത്തോടു കൂടി നിർമ്മിച്ച ഒരു ബാത്റൂം. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും. നോക്കിയേ, കണ്ടോ, നല്ലൊരു നടപ്പാത. ഈ വീൽ ചെയറിലൊക്കെ വന്നിട്ട് പിന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വീൽ ചെയറിൽ വന്നിട്ട് കയറി ഇതുമായി പിടിച്ചിട്ട് വേണമെങ്കിൽ കയറാം. വീൽ ചെയറോട് കൂടി കയറാം. നല്ല ബാത്റൂമാണ്. അതേമാതിരി തന്നെ പിന്നെ സൗകര്യം കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ബാത്റൂമാണ് കേട്ടോ. ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. അതേമാതിരി തന്നെ ഉണ്ടോ, ഇസ്ലാം മതവിധി പ്രകാരം നിന്ന് മുദ്രവയ്ക്കൽ തെറ്റാന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും അതിനുള്ള സൗകര്യം പോലും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് ഉസ്താദുമാർക്ക് വരാനും പോകാനും വേണ്ടിയിട്ടുള്ളൊരു നടപ്പാത അധ്യയനുണ്ട്. പിന്നെ അടിപൊളി ഒരു കിണറുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെയുള്ള കിണറാണ്. ഉണ്ടോ, വെള്ളം ഉണ്ടാവും. കാരണം ഇവിടെ പുഴയോട് ചാരിയിട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ്. കണ്ടോ, കാണുന്ന പാലം, കാണുന്ന വണ്ടി പോകണുണ്ടോ. അതേമാതിരി തന്നെ അടിപൊളി വൈബുള്ളൊരു സ്ഥലം, പുഴയോരം അപ്പാർട്ട്മെൻറ്റ്. അതേമാതിരി തന്നെ കക്കൂസ്. ഇതാണ് മൂത്രപ്പുര. അടിപൊളിയായിട്ട് ഇപ്പോൾ പുതുതായി നിർമ്മിച്ചാണ്. പഴയത് അവർ ഒഴിവാക്കിയിട്ട് അവിടെ ഓതുണ്ടാക്കാനും ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ചെയ്തിട്ടാണ്. നല്ല പിടിച്ചിട്ട് കയറാം. വീൽ ചെയറായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് കയറി പോവാം. നല്ല കട്ട വിരിച്ച് നല്ല നടക്കാൻ നല്ല സൗകര്യത്തിനുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഉസ്താദന്മാർക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു കട്ട വിരിച്ചൊരു വഴിയാണ്. അടിപൊളി നല്ല രസമുള്ളൊരു വൈബ് സ്ഥലമാട്ടോ. ഇതിനങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. നല്ല വാഴയും അതേമാതിരി തന്നെ പച്ചപ്പും നല്ല കാറ്റും. ഇവിടെ ആയിരുന്നു ആദ്യം ബാത്റൂം ഉണ്ടായിരുന്നത്. ഈ ബാത്റൂം പിന്നെ പൊളിച്ചിട്ടവർ ഒതുണ്ടാക്കാനൊക്കെ ഉള്ള സൗകര്യം ചെയ്തിക്കുക. ഇതാണ് പള്ളി. ഇതാണ് പട്ടാമ്പി നിള ഹോസ്പിറ്റലിൻ്റെ അടുത്ത പരുവക്കടവ് നിസ്കാരപ്പള്ളി. അതിൻ്റെ അടിയിൽ നല്ലൊരു മെസ്സേജ് എഴുതിയിട്ടുണ്ട്, ദാനം ആപത്തുകളെ തടയും എന്ന്. കാരണം നമ്മൾ എത്ര നമ്മൾ ദാനം ചെയ്യുന്നുവോ ആ ദാനമായിരിക്കും നമ്മൾ ആപത്തുകളെ രക്ഷിക്കുന്നത്, ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. അപ്പോൾ ഈ പള്ളിയിലെ ബാത്റൂം പ്രത്യേകിച്ച് ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ ഒരു ഭിന്നശേഷി സൗഹൃദ ബാത്റൂം ആക്കി മാറ്റിയിട്ടുണ്ട്. പഴയ ബാത്റൂം പൊളിച്ചിട്ട് പുതിയൊരു ബാത്റൂം. പക്ഷേ ഇവിടെ ഈ 2-3 സ്റ്റെപ്പ് ഒഴിവാക്കും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ വീൽ ചെയറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രയാസം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് കാര്യങ്ങൾ സാധിച്ചു പോരാൻ കഴിയും. ഒരു ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗകര്യമാണ് പൊതു സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത്. പട്ടാമ്പി നിള ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പരുവക്കടവ് ബാത്റൂമിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ യാദൃശ്ചികമായിട്ട് എടുത്താണ്. ഞാൻ അവിടെ പോയാലും ഇതുപോലത്തെ നമുക്ക് മാനസികമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പല വീഡിയോസും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോഴാണ് പിന്നെ നമ്മുടെ ആ പള്ളിയുടെ സെക്രട്ടറിനെ ഷെഫീഖിനെ കാണാതെ വന്നത്. അപ്പോൾ ഷെഫീഖിനോട് നമുക്ക് സംസാരിച്ച് നോക്കാം. അവരുടെ ആശയമാണോ അങ്ങനെ ഒരു പിന്നെ പ്രവൃത്തി ചെയ്യാൻ, അതോ പിന്നെ എല്ലാവരും തീരുമാനമാണോ എന്താണെന്നുള്ളത് നമുക്ക് ഷെഫീഖിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ഷെഫീഖ, അസ്സലാമു അലൈക്കും. ഇതാണ് ഷെഫീഖ്. അപ്പോൾ നമുക്ക് ഷെഫീഖിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, ഞാൻ ഈ പള്ളിയിൽ പിന്നെ വന്നതാണ്. അപ്പോൾ ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ ബാത്റൂമിൽ പോയതാണ്. അപ്പോൾ മുന്നേ ബാത്റൂം ഇതിൻ്റെ ഇവിടെ പുറത്തായിരുന്നു. അപ്പോൾ ഈ പുറത്തുള്ള ബാത്റൂം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റെപ്പായിരുന്നു, സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതിലും മനോഹരമായിട്ടുണ്ട് ഇപ്പോൾ ബാത്റൂം രണ്ടാമത് ചെയ്തത്. അപ്പോൾ ഈ ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഒരു ഭിന്നശേഷി സൗഹൃദ ബാത്റൂം എന്ന രീതിയിൽ ആശയം ആണ്. അതോ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സൗകര്യത്തിലേക്ക് എത്തപ്പെട്ടത് ഒന്ന് പറയാമോ? ഈ പള്ളി റമദാനോടനുബന്ധിച്ച് മറ്റേ നവീകരണം നടത്തി. അപ്പോൾ തുണി ഫ്രണ്ടിലായ കാരണം മറ്റേ പല പ്രയാസമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ
ഒരു കമ്മിറ്റി കൂടി ബാത്റൂം പുതുതായി എന്നുള്ളൊരു വശം വന്നു. പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതേമാതിരി ഭിന്നശേഷിക്കാർ വന്നാൽ അവർക്ക് ഇങ്ങനെ കയറാൻ പറ്റിയൊരു ഇതാകുമ്പോൾ റാമ്പാണ് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള റാമ്പ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ റാമ്പാക്കിയത്. റാമ്പാക്കിയപ്പോൾ അതിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കട്ട വിരിച്ച് നല്ല മനോഹരാക്കിയിട്ട് അല്ല നല്ല വൈബുള്ളൊരു സ്ഥലം പോലെ പുഴനോട് ചാരിയിട്ട് തന്നെ ബാത്റൂം. കുറെ ആൾക്കാർ ഇപ്പോൾ ഈ ബാത്റൂം ഇങ്ങനെ ആയതിനു ശേഷം പലരും ഇപ്പോൾ ബാത്റൂം യൂസ് ചെയ്യാൻ ഇപ്പോൾ 100 നമസ്കാരത്തിന് 12 ആ സമയമാവും. അല്ലാതെ തന്നെ ഇപ്പോൾ രാവിലെ ഒരു 8 മണി മുതലൊക്കെ പലരും ഈ വഴിക്ക് പോകണമെങ്കിൽ ബാത്റൂം കണ്ടതിന് ശേഷം പലരും ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് വരലുണ്ട്. നല്ല കാറ്റുണ്ട്, നല്ലൊരു വിശാലമായിട്ടൊരു മനസ്സ് നല്ല അന്തരീക്ഷത്തിലൊന്ന് ബാത്റൂമിൽ പോകാന്നുള്ള സൗകര്യത്തിൽ വരുന്നവരും ഉണ്ട്. നല്ല ഞാൻ ഇപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ നിന്നു. നല്ല അടിപൊളിയായിട്ട് പുഴയൊക്കെ നോക്കി ഇങ്ങനെ കാറ്റും കൊണ്ട് കുറച്ച് നേരം നിൽക്കുക. നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇതും കൂടി ഒഴിവാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഒരു ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വീൽ ചെയറിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രയാസവും ഇല്ലാതെ അവർക്ക് സ്വയം കയറിപ്പോയിട്ട് ചെയ്യാൻ കഴിയും അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ കാര്യത്തിലും കൂടി ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറാവും അല്ലേ. ആയിക്കോട്ടെ, ഇൻഷാല്ലാ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കഴിയില്ല. ഒരു കമ്മിറ്റി കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് ആലോചിക്കാനുള്ള വിഷയമാണ്. ആലോചിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്തെ തന്നെ എന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഭിന്നശേഷിക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാം, നിഷ്പ്രയാസം കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.